ആസാദ് റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് 2021 പർച്ചേസ് ചെയ്യൂ, ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ. ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ താനൂർ നഗരസഭാ പരിധിയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. പ്രധാന പാത ഒഴിച്ച് മറ്റു റോഡുകളെല്ലാം അടച്ചു. പോലീസ് പരിശോധന കർശനമാക്കി. പരിശോധനകളുടെ എണ്ണം കൂട്ടിയതായും കൂടുതൽ പേർക്ക് വാക്സിൻ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ പറഞ്ഞു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലാണ് താനൂരിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്. താനൂർ നഗരസഭാ പരിധി കോവിഡ് അതിതീവ്ര വ്യാപന മേഖലയായ ഡി സോണിലാണ്. DPR ശരാശരി കണക്കുകൾ വർദ്ധിക്കുന്നതിനെ തുടർന്ന് കണ്ടെയ്ൻമെന്റ് സോൺ പ്രദേശങ്ങളിലുള്ള റോഡുകൾ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. കണ്ടെയ്ൻമെന്റ് സോണിലെ പ്രധാന പാതയൊഴിച്ച് ബ്ലോക്ക് റോഡ്, തെയ്യാൽ റോഡ് ഉൾപ്പെടെ റോഡുകളാണ് അടച്ചിരിക്കുന്നത്. കൂടാതെ പോലീസ് പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ പോലീസ് വാഹനങ്ങൾ പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. നഗരസഭാ പരിധിയിൽ കോവിഡ് പരിശോധനകളുടെ എണ്ണം കൂട്ടിയതായും കൂടുതൽ പേർക്ക് വാക്സിൻ നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ പറഞ്ഞു. താനൂർ നഗരസഭ ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗണിലാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മളിത് ട്രിപ്പിൾ ലോക്ക്ഡൗണിതായ C കാറ്റഗറിയിൽ വന്നിരുന്നു. സിയിലും ബിയിലും ആയിരുന്നു. ഇപ്പോൾ നമ്മൾ D കാറ്റഗറിയിലേക്ക് മാറിയതാണ്. അത് സത്യത്തിൽ രോഗികളുടെ ഒരു എണ്ണം കൂടുതൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് കാരണം നമ്മൾ മുഴുവൻ രോഗികളെയും കണ്ടെത്തുന്നതിനും അവരെ ക്വാറന്റൈൻ ചെയ്യുന്നതിനും അവർക്ക് വേണ്ട മതിയായ ചികിത്സ ലഭിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള നടപടികളാണ് നഗരസഭ ഈ ഒരാഴ്ച സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഇന്നത്തെ അടക്കം ഇന്ന് ഞായറാഴ്ച CSCയിൽ പോലും ഇന്ന് നമ്മൾ ടെസ്റ്റും വെച്ചിട്ടുണ്ട്, വാക്സിൻ ക്യാമ്പും വെച്ചിട്ടുണ്ട്. തുടർച്ചയായി 4 ദിവസങ്ങളിലായി പരമാവധി ആളുകളെ ടെസ്റ്റ് നടത്തി 1400ഓളം പേരെ നമ്മളിന്ന് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ഇതുവരെ. ആ ടെസ്റ്റ് റിസൾട്ടിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 50-ൽ താഴെ മാത്രമാണ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രോഗികളുമായി സമ്പർക്കമുള്ളവരും രോഗലക്ഷണങ്ങളോടും കൂടി ആശുപത്രിയിൽ വരുന്ന കേസുകൾ മാത്രമേ നമുക്ക് പോസിറ്റീവുകളുടെ എണ്ണം കൂടി വരുന്നുള്ളൂ. അതിനെ ബേസ് ചെയ്തിട്ടാണ് പൊതുവെ ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെയും കാറ്റഗറൈസ് ചെയ്ത് അത് A, B, C, D കാറ്റഗറിയിലേക്ക് തിരിക്കുന്നത്. അതിൽ നമുക്ക് വരുന്ന രോഗികളുടെ എണ്ണം ഒരു 15-20 പേര് ടെസ്റ്റ് ചെയ്യുമ്പോൾ നടത്തുന്ന റേറ്റ് കൂടി വരുന്നത് കാരണമാണ് 30-40% വരുന്നത് കൊണ്ടാണ് നമ്മൾ TPR D കാറ്റഗറിയിലേക്ക് മാറിയത്. എന്നാൽ പോലും നമ്മൾ 16.15 അവസാന കാറ്റഗറിയുടെ റേറ്റെങ്കിലും അതിലിത്തിരി കൂടി പോയിട്ടുണ്ട്. അതിനെ ബാലൻസ് ചെയ്യുന്നുള്ള എല്ലാവിധ പ്രവർത്തികളും നമ്മളെ ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. മുഴുവൻ രോഗികളെയും കണ്ടെത്തി അവരെ ക്വാറന്റൈൻ ചെയ്യുന്ന നടപടികളൊക്കെ നടന്നു വരുന്നുണ്ട്. DCC സെൻ്ററിൽ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ D കാറ്റഗറിയിലേക്ക് വന്നപ്പോൾ തന്നെ പ്രധാന റോഡുകളെന്നൊക്കെ അടയ്ക്കുന്നതിനും അതുപോലെ തന്നെ പോലീസ് പിക്കറ്റിങ്ങും പോലീസ് പട്രോളിങ്ങും ശക്തമാക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഏതായാലും അതിൻ്റെയൊക്കെ ഒരു ഫലം നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും നല്ല രീതിയിലുള്ള റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ കാറ്റഗറി താഴോട്ട് വരാൻ Bയിലേക്കോ Aയിലേക്കോ മാറി വരാൻ സാധ്യതകൾ കാണുന്നുണ്ട്. ആ രീതിയിലേക്കൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് താനൂർ നഗരസഭ.